ആ വീഡിയോ കിട്ടിയോ? അത് വേണം. ആ പൊളിച്ചോ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ പാച്ചും കോവാലനും. അപ്പം നമ്മൾ ഇന്ന് തോട്ടി വീട് ഞണ്ടിൽ പിടിച്ചിട്ട് ഉപ്പും മുളക് കൂട്ടി ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലിട്ട് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് കിടക്കാം. ആ വീഡിയോ കിട്ടിയോ? അത് വേണം. ആ പൊളിച്ചോ. ഇങ്ങോട്ട് വാ. ഇവിടെ ഈ കല്ലിന്റെ അവിടെ മിണ്ടാണ്ട് വാ. സൗണ്ട് ഇട്ട് പോകുന്നു. കല്ലെടുത്തെറിഞ്ഞാലോ? വെള്ളം കുടിക്കുന്നു. കൊമ്മളം കൊണ്ടുണ്ട്. അതാ താന്നുകൊണ്ട് പിടിക്ക്. ഇന്ന് പിടിക്ക്. ഇരിക്കാലും വിടല്ലേ. കിട്ടിയോ? കിട്ടി. കമ്പ് കാണുന്നില്ല. കിട്ടി. പിടി കൈ ഇറക്കാൻ നോക്കണേ. ആ നടുക്ക് പിടിക്ക് കയ്യ്. ആ പാമ്പുണ്ടാവോ? ഇവിടെ ചെടിയിലോട്ട് കാറ്റ് മുന്നിലിടുന്നു. അയ്യോ, എന്റെ ചെരുപ്പ് പോയി. ആ പൊത്തിട്ടൊന്ന് കൈ നോക്കി. ചെവി എടുത്തില്ല. കിട്ടുന്നില്ലല്ലോ. ചെരുപ്പ് അവിടെ കുടുങ്ങി പോയിക്കൊണ്ടില്ല. ഞാൻ അതിനെ അടിച്ചു. വരട്ടെ, വന്നു കഴിഞ്ഞാൽ നോക്കണ്ട. പുറത്തെത്തിക്കാൻ അടിച്ചു കിട്ടില്ല. ഇത് വല്ല പാമ്പിന്റെ പുറത്തായിരിക്കും. താഴെയായിട്ടുണ്ട്. ആ കാലിൻ്റെ മറ്റേ ചോട്ടില്. കാലിൻ്റെ അല്ല, അപ്പുറത്തെ കല്ലുണ്ടോ ലക്ഷം മുമ്പിൽ? പോട്ടെ. ആ അതവിടെ തന്നെ. അവിടെ എവിടെയോ കിച്ചണിന്റെ കാലില്ലേ? അവിടെ തോന്നുന്നു. അതിൻ്റെ ആഴം തോന്നുന്നു. മറ്റേ കുത്തി അവിടെ ശരിയാണ്ടുണ്ട്. അവിടെ ചപ്പ മാറ്റി. അത് മറ്റേ പുലിനകമൊന്നല്ല, അത് ഉങ്ങിന്റെ കായാണ്. ഉങ്ങിന്റെ കായ. പാമ്പ് പറ്റി വിട്ടിട്ട് പോകണല്ലോ, ഞണ്ട് ഉപേക്ഷിച്ചിട്ട് പോകണം. ചാച്ച പിടിച്ചെടുക്കോ. ഞാൻ കൈ തരാം. നമ്മൾ അത്ര നേരം കഷ്ടപ്പെട്ടിട്ട് അധികം ഞണ്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഒരു 3-4 ഞണ്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും അത് വെച്ചിട്ടുള്ള നമുക്ക് ഉണ്ടാക്കി നോക്കാം. അത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ തോട്ടിപ്പോയിട്ട് ഞണ്ടിനെയൊക്കെ പിടിച്ച് നല്ലത് അടിപൊളിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഉപ്പെടുത്തങ്ങ് പിടിക്കണം. എല്ലാ ഭാഗത്തേക്കും ഒന്ന്, ഈ ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ഈ നമ്മുടെ മിക്സ് ഒന്ന് കറക്റ്റായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞങ്ങൾ ചീഞ്ചട്ടി എടുത്തേക്കുന്നത് ചീഞ്ചട്ടിയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഹീറ്റ് കിട്ടും, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചീഞ്ചട്ടിയിൽ എടുത്തേക്ക് അതിൽ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 7-8 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയല്ല, ചതച്ച് വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുക. ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മൾ അതിനകത്തേക്ക് എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു തണ്ട് കറിവേപ്പില അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നല്ല പടപടാന്ന് പൊട്ടിയിട്ട് നല്ലൊരു അടിപൊളി മണങ്ങ് വരും. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ കൂടി ഒരു പ്രത്യേക തന്നെ സ്മെല്ല് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് അത് വാടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, നല്ല കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഞണ്ടൊന്ന് ഇട്ട് കൊടുക്കുക. മസാലയ്ക്കൊന്ന് മൊത്തം അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആ എണ്ണ നന്നായിട്ട് പിടിക്കും കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് പിന്നെ പൊടിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. കണ്ടോ, ഏകദേശം ഒരു ഹാഫ് വേവായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കണ്ടോ ആ മസാലയൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ എണ്ണയൊക്കെ കുറഞ്ഞ് ആ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. നന്നായിട്ട് വേവണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്താൽ മാത്രമേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിന് ഒരിക്കലും ആ കടൽഞണ്ടിൻ്റെതായ യാതൊരു കടൽഞണ്ടിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ. ഇതിന് പ്രത്യേകതരം ടേസ്റ്റാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ യഥാർത്ഥ രുചി എന്താണെന്ന്. അതിൻ്റെ ആ ഞണ്ടിൻ്റെ കാലൊക്കെ ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ അത് കഴിക്കുമ്പോഴത്തേ ഒരു പ്രത്യേകതരം ടേസ്റ്റാണത്. അങ്ങനെ നമ്മുടെ നാടൻ ഞണ്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞണ്ടിനെ കിട്ടുന്നവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കടൽ ഞണ്ട് കിട്ടുന്നവരാണെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. കോവലൻ സൈനിങ് ഓഫ്.